വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് സോഹോയിൻ്റെ ഐറ്റം മോഡ്യൂളാണ്. ഐറ്റം മോഡ്യൂൾ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇൻവെൻറ്ററി ട്രാക്കിംഗ് ഇനേബിൾ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. ഒരു സോഹോ ബുക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ഇതിൽ നമുക്ക് ഐറ്റംസ് എന്നുള്ള ഒറ്റ മോഡ്യൂളെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ അണ്ടറിൽ സബ് ഗ്രൂപ്പായിട്ട് പ്രൈസ് ലിസ്റ്റോ അതേപോലെ ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും ഡിഫോൾട്ടായിട്ട് വരത്തില്ല. അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ ഐറ്റംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ആ ഐറ്റത്തിൻ്റെ സെറ്റിങ്സ് എല്ലാം സോഹോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ നമുക്ക് ആ, ഒരു ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ ഡെസിമൽ റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഐറ്റം നെയിമിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ നമ്മളിവിടെ ടിക്ക് കൊടുക്കണം. ഇത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫീൽഡ് കസ്റ്റമൈസേഷനിലുള്ള SKU എന്നുള്ള ഒരു ഫീൽഡ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്താലേ നമുക്ക് നെയിംസിൽ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ പ്രൈസ് ലിസ്റ്റ് എനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കാം. ലൈൻ ഐറ്റം ലെവലിൽ പ്രൈസ് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് നമ്മൾ ഇൻവെൻറ്ററി ട്രാക്കിംഗ് എനേബിൾ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മളിപ്പം ഒരു സാധനം സെയിൽ ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ട് പിന്നെ സെല്ല് ചെയ്യുവാണ്. അപ്പോൾ ഓരോ പോയിന്റിലും നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനേബിൾ ചെയ്യേണ്ടതാണ് ഈ ഇൻവെൻറ്ററി ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ന് തൊട്ടാണോ സോഹോ ബുക്സിൽ ട്രാൻസാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഡേറ്റ് വേണം ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയി കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് വരണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു റീഓർഡർ ക്വാണ്ടിറ്റി ഐറ്റം മാസ്റ്റർ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റി അതിനേക്കാളും ലോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടിംഗ് ബിസിനസ് ഉണ്ട്, അതിൽ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ ഉണ്ട്. ആ കസ്റ്റംസ് ഡ്യൂട്ടി ലാൻഡഡ് കോസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റിന്റെ കോസ്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് ഇനേബിൾ ചെയ്താലേ അതിന് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ സേവ് എന്നുള്ളത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഹോം ബട്ടണിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കാണാം ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് ഐറ്റംസ്, പ്രൈസ് ലിസ്റ്റ്, ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ ഇനേബിൾഡ് ആയതായിട്ട്.